ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 11 അധ്യായത്തിലെ 25 മുതലുള്ള വചനങ്ങൾ വായിക്കാം. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹം എന്തെന്ന് അറിഞ്ഞവനാണ് പൗലോസ്. പാപബോധമുണ്ടാവുക, ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശമലൻ്റെ ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടവനായിരുന്നു വിശുദ്ധ പൗലോസ് ശ്ലീഹ. അതാണ് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. പാപം വെറും നൈമിഷിക സുഖം മാത്രം പ്രദാനം ചെയ്യുന്നു. ഒരാൾ രാവിലെ കുളിക്കാനായി ഒരുങ്ങിയിറങ്ങുന്നു, പക്ഷേ എണ്ണപ്പാത്രം എടുക്കാൻ മറന്നുപോയി. എന്നാൽ തിരിച്ചു പോയി എണ്ണപ്പാത്രം എടുത്തു കൊണ്ടുവരുവാൻ തയ്യാറായതുമില്ല. പോകുന്ന വഴിക്കുള്ള ഒരു കടയിൽ കയറി കുറച്ച് എണ്ണ വാങ്ങി പാത്രത്തിൽ വാങ്ങുന്നതിന് പകരം കയ്യിൽ തന്നെ വാങ്ങി. കടക്കാരനാണെങ്കിലോ കൈ നിറയെ എണ്ണയും കൊടുത്തു. തുടർന്ന് തിരിച്ചെടുത്തപ്പോൾ ഒരു തുള്ളി അയാളുടെ കൈത്തിണ്ടയിൽ വീണു. അത് വെറുതെ കിട്ടിയതാണല്ലോ എന്ന് അദ്ദേഹം സന്തോഷിച്ചു. ആദ്യം കൈത്തൊണ്ടയിലെ ഒരു തുള്ളി തലയിൽ വയ്ക്കാമെന്ന് അയാൾ കരുതി. കൈ ഉയർത്തി കൈത്തണ്ടയിലെ എണ്ണ തലയിൽ വെച്ചു. പണം കൊടുത്തത് വാങ്ങിയ എണ്ണ മുഴുവൻ അയാൾക്ക് നഷ്ടപ്പെട്ടു. വെറുതെ കിട്ടിയതല്ലേ എന്ന് കരുതി അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന നൈമിഷിക സുഖങ്ങൾ അല്ലെങ്കിൽ നൈമിഷിക വസ്തുക്കൾ പൈസ കൊടുത്ത് വാങ്ങിയ വിലപ്പെട്ടതിനെ കൂടി എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയുന്നു എന്നുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇങ്ങനെ നൈമിഷിക സുഖങ്ങളുടെ പുറകെയുള്ള ശ്രദ്ധയില്ലാതെ പോകുന്നവർ വിലപ്പെട്ട ആത്മാവിനെ നശിപ്പിക്കുന്നു, ആത്മീയ സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. പാപബോധം പശ്ചാത്താപത്തിലേക്കാണ് നയിക്കുന്നത്. ജോയൽ പ്രവാചകൻ 2:12 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവിൻ. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ തിരിച്ചു വരണം. കാരണം വിഭജിക്കപ്പെട്ട ഹൃദയം കർത്താവിന് വേണ്ട. ഏഷ്യ 1:10-12 വരെ ഇങ്ങനെ പറയുന്നുണ്ട്. നാം വായിക്കുന്നുണ്ട്, സോദാം നിവാസികളെ കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. പശ്ചാത്തപിക്കുന്നവരെ നശിപ്പിക്കുമെന്ന് വചനം പറയുന്നു. കർത്താവ് ജെറമിയോട് വില കൂടിയ ചണവസ്ത്രം വാങ്ങുവാനും പറഞ്ഞു. പിന്നീട് അതൊരു പാറകയിടുക്കിൽ ഒളിച്ചു വയ്ക്കാനും പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒളിച്ചു വെച്ചിരുന്ന അരക്കച്ച എടുത്തുകൊണ്ട് വരുവാൻ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. എന്നാൽ ആ വസ്ത്രം അപ്പോൾ ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും ഈ അരക്കച്ച പോലെയാകും. അവിടുന്ന് പ്രവാചകനെ ഉത്ബോധിപ്പിച്ചു. എങ്ങനെ ഉത്ബോധിച്ചു? വചനം കൊണ്ടാണല്ല, പ്രവൃത്തി. ആ സംഭവം ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് പ്രവൃത്തിയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് നിന്റെ അവസ്ഥ എന്നുള്ള ശക്തമായിട്ട് അയാൾ കാണിച്ചു കൊടുത്തപ്പോൾ അതുവരെ അയാൾക്ക് മനസ്സിലായി. വാക്യങ്ങളിൽ അവിടുന്ന് വീണ്ടും ഊന്നി പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിച്ചില്ലെങ്കിൽ ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുശവന്റെ കലം തകർക്കപ്പെട്ടതുപോലെ നിങ്ങളും തകർക്കപ്പെടും. ലൂക്ക 13:1 പറയുന്നുണ്ട്,
പശ്ചാത്താപിച്ചില്ലെങ്കിൽ നശിക്കുമെന്ന് ശക്തിയുക്തം പറയുന്നു. പ്രവാചകനായ സ്നാപകയോഹന്നാനും ഇത് തന്നെ പറയുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ 3:8-9 തന്നെയാണ് പറയുന്നത്. പശ്ചാത്താപം എന്നത് പുണ്യവാന്മാരും പാപികളും ഒരുപോലെ സ്വീകരിക്കേണ്ട ഒന്നാണ്. മനുഷ്യരാണ്, പാപം ചെയ്യും, സ്വാഭാവികമാണ്. പശ്ചാത്താപം അതിൻ്റെ അത്യുച്ചതിയിലെത്തുമ്പോൾ താനാണ് ഏറ്റവും വലിയ പാപി എന്ന ബോധ്യം ഒരാൾക്കുണ്ടാകുന്നു. താനാണ് ഏറ്റവും, തിമോത്തിയോസിൽ പറയുന്നുണ്ട്, 1 തിമോത്തിയോസ് 1:15 പറയാണ്, താനാണ് ഏറ്റവും വലിയ പാപി എന്ന് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പറയാറുണ്ട്. എല്ലാവരും പാപികളാണെന്നും എല്ലാവരും വഴി തെറ്റിപ്പോയെന്നും സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിന് അധീനരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പാപം ചെയ്യാത്ത മനുഷ്യരില്ല, ആരും തന്നെ ഇല്ല. പാപമില്ല എന്നത് പറയുന്നവർ കള്ളം പറയുന്നു. 1 യോഹന്നാൻ 18:9 പാപമില്ല എന്ന് പറയുന്നവർ എന്താണ് ചെയ്യുന്നത്? അവർ കള്ളം പറയുകയാണ്. എന്താണ് പശ്ചാത്താപം? നമുക്കിന്ന് മറുപടി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന വിശുദ്ധ യോഹന്നാൻ പറഞ്ഞത്, അവൻ വന്നിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പശ്ചാത്താപം എന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. പരിശുദ്ധാത്മാവ് വന്നെന്നറിയുമ്പോൾ ഒരാൾ സ്വയം പറയും, ഞാൻ പാപിയാണ്. ഒരിക്കലൊരു യുവാവ് പറഞ്ഞു, എന്നിൽ പാപമൊന്നും കാണുന്നില്ല. പാപബോധമില്ലാത്ത ആ ചെറുപ്പക്കാരനോട് പരിശുദ്ധാത്മാവേ എന്നിൽ ഒന്ന് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. അവൻ അതനുസരിച്ച് ഒരു മുറിയിൽ കയറി വാതിലടച്ചു, കതകടച്ചു, പ്രാർത്ഥിച്ചു. ഏതാണ്ട് 15 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവൻ കരയാൻ തുടങ്ങി. പശ്ചാത്താപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നെന്നറിയുമ്പോഴുള്ള മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ജീവാത്മാവാണ് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക. ആകയാൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, പശ്ചാത്ത നിർഭരമായ ഒരു ഹൃദയം തരണമേ എന്ന് സങ്കീർത്തനം 5:11-12 പറയാണ്. ആകയാൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, പശ്ചാത്താപ നിർഭരമായൊരു ഹൃദയം തരണമേ എന്ന്. ശിശുക്കളെ പോലെ ആവുക എന്നാണ് പശ്ചാത്താപം. മത്തായിയുടെ സുവിശേഷം 18:1-4 പറയുന്നുണ്ട്. ശിശുക്കളെ പോലെ ആയിത്തീരുക, മനസ്സാന്തരപ്പെടുത്തുക എന്നത് പുതിയൊരു ജന്മമാണ്. നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് വെറുതെ തമാശയ്ക്ക് അങ്ങനെയും പറയുന്നല്ലോ. ദൈവിക വചനം ശക്തിപൂർവ്വ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങളാണ്. നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. 2 കൊരിന്ത്യർ 5:17 പറയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ക്രിസ്തുവിലായിരിക്കുക, വീണ്ടും ജനിക്കുക എന്നുള്ളതിൻ്റെ കർത്തവ്യം തന്നെയാണ്. അല്ലാണ്ട് അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും ജനിക്കുക എന്നുള്ളത് അസാധ്യമാണ്. വിശുദ്ധ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പശ്ചാത്തപിച്ച് പുതിയൊരു മനുഷ്യനായി തീരുമ്പോൾ ദൈവകൃപകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. പശ്ചാത്തപിക്കുക എന്നാൽ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് തന്നെയാണ്. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. എഫെസ്യർക്കാർക്ക് ലേഖനത്തിലെ 4:24 പറയാണ്. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, 3:3 പറയുകയാണ്, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിങ്ങൾക്ക് കഴിയില്ല. വീണ്ടും എങ്ങനെയാണ് ജനിക്കുക? നമ്മൾ മറ്റുള്ള സഭാവിശ്വസ്തനും എന്നും മോശമായിട്ട് പറയുന്നില്ല. പലരും പല രീതിയിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുക്കും.
സ്നാനം കൊടുക്കാം, പലതും കൊടുക്കാം, അവരുടെ യുക്തിക്കനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നു. പക്ഷെ ദൈവം പറഞ്ഞുള്ള എന്താണ് ഇവിടെ ഉപയോഗിച്ചുള്ളത്? വചനത്തിൻ്റെ ശക്തമായ ഇതിലെങ്ങനെ എന്താണ് പറയുന്നത്? പശ്ചാത്താപത്തെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സാന്തരം എന്നത് ആത്മാവ് കൊണ്ട് നിറയുന്നൊരു പുതിയ അവസ്ഥയാണ്. അവിടെയാണ് എന്തുണ്ടാവുന്നത്? പുതിയ സൃഷ്ടിയായി മാറുന്നത്. ഞാൻ മെച്ചപ്പെട്ട ഒരു പാപി എന്നല്ല, ഏറ്റവും വലിയ പാപി എന്ന ചിന്ത അയാൾക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് മനസ്സാന്തരത്തിൻ്റെ പുതിയ അവസ്ഥാഭേദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തിരിക്കണം? പശ്ചാത്താപിക്കണം. ഈ പശ്ചാത്താപത്തിൽ കൂടി മാത്രമേ നമുക്കൊരു ക്രിസ്തീയ വിശ്വാസിയായി തീരാനും, അതുകൊണ്ട് ക്രിസ്തീയ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ആ കുറേ പെരുന്നാളുകളും 50 പെരുന്നാളും ചെണ്ടക്കൊട്ടും കൊണ്ട് നടന്നാൽ ആരും തന്നെ എന്താവുന്നില്ല? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അപ്പം നമ്മളെന്തായിരിക്കും? നാമമാത്ര ക്രിസ്ത്യാനി. നമ്മുടേതായ കുറേ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതിന് കുറേ വ്യക്തികളും കൂടി അതിന് സപ്പോർട്ട് കൂടി ചെയ്യുമ്പോൾ അവനോ അവളോ അതിൽ അകപ്പെട്ടു പോകുന്നു. പക്ഷെ തിരുവചനം മനസ്സിലാക്കുന്ന വ്യക്തിക്ക് വീണ്ടും പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചുള്ള വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുള്ള വ്യക്തിക്ക് പശ്ചാത്താപം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഒരിക്കലും ലഭിക്കില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ പരിശുദ്ധാത്മാവിനെ നിറയാനും അതിൽ കൂടി പശ്ചാത്തപിക്കാനും നമ്മൾ തിരിച്ചറിയാം നമ്മൾ എന്താണെന്ന് തന്നെ ആദ്യം തന്നെ തിരിച്ചറിയാം. അവരും ഇവരും പറയുന്നത് മുഖവിലക്കെടുക്കാതെ, അവരും ഇവരും പറയുന്നത് അവർക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി നിന്നോട് പലതും പറയുമായിരിക്കാം. അതല്ലാതെ എന്തിനു നിന്നോട് പറയുന്നു? അവരും ഇവരും പറയുന്നത് കേട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിയന്ത്രിക്കാൻ പോയാൽ ഇവരൊന്നും നമ്മളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കാനുള്ളവരല്ല. എൻ്റെ ശരീരത്തേക്ക് പറഞ്ഞല്ലേ, ശരീരത്തിന് നിങ്ങൾ ആരെ ഭയപ്പെടണം? മരണശേഷം ശരീരം നിങ്ങളെ കൊല്ലുന്നതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. മരണശേഷം നിങ്ങളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോകുന്നവനെ, തള്ളിയിടുന്നവനെ ഭയക്കണം. അതാണ് ജീവിതം. ഈ ലോക ജീവിതം ഐഹികമാണ്. നമ്മളെക്കാളും ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളല്ലല്ലോ. എത്രമാത്രം നമ്മൾ അനുഭവങ്ങൾ കാണുന്നു, മരണങ്ങൾ കാണുന്നു, പക്ഷെ നമുക്കൊന്നും എന്തിനു സംഭവിക്കുന്നില്ല? പശ്ചാത്താപം ലഭിക്കുന്നില്ല. ആ പശ്ചാത്താപത്തിൽ കൂടി കടന്ന് ഒരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ നമ്മളെന്തായിരിക്കും? ദൈവത്തിൻ്റെ മക്കളാവുന്നു, ആ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നു. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, തിരുവചനം നിങ്ങളെ ഒന്ന് സ്പർശിക്കട്ടെ, വചനത്തിൽ കൂടി പോവുക. അല്ലാണ്ട് വിശുദ്ധ ഗ്രന്ഥം, എഴുതപ്പെട്ട ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വചനങ്ങൾ നിങ്ങൾ സ്പർശിക്കട്ടെ. അവനും ഇവളും പറയുന്നതല്ല നിന്നോട്. നീ കണ്ടെത്തുക, നീ നിന്നെ സെൽഫായിട്ട് കണ്ടെത്തുക. നീ ആരാണെന്ന് നീ തന്നെ തിരിച്ചറിയുക. അവിടെ ദൈവം നിനക്ക് അനുഭവസ്ഥനായിരിക്കും. ദൈവം അപ്പോൾ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അല്ലാതെ ആ ചേർത്തി പറഞ്ഞു, ഈ ചേച്ചി പറഞ്ഞു, ആ ബ്രദർ പറഞ്ഞു, ഈ ബ്രദർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും നടക്കാതെ നീ സ്വയമായി കണ്ടെത്തുക, ഞാൻ ആരാണ്. നമ്മൾ ഈ ലോകത്ത് തന്നിരിക്കുന്ന അഡ്രസ്സും കാര്യങ്ങളും, എൻ്റെ അപ്പൻ ആളാണ്, അമ്മ ഇത്, അതല്ല ഉദ്ദേശിക്കുന്നത്. നീ ആരാണ്? നിന്റെ സ്വത്വത്തെ നീ തിരിച്ചറിയുക. നിന്റെ ജന്മം ദൈവം നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ നിന്റെ ആത്മത്വത്തിൻ്റെ വില അറിയണമെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ നാഥൻ നഷ്ടപ്പെടുത്തിയ വലിയ വില എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിലയ്ക്ക് ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നേടിയവരാണ് നമ്മൾ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കാൻ തോന്നും. പല കാര്യങ്ങളിൽ കൂടി നമുക്കിടെ എല്ലാ അവകാശം എന്താ? നമുക്കൊരു പിതാവുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിൻ്റെ ഭവനത്തിൽ ചെന്ന് ചേരാനുള്ളവരാണ് നമ്മൾ. അതിന് തടസ്സമായിരിക്കുന്ന ഒരുപാട് ഭൗതിക മേഖല നമുക്ക് ചുറ്റുമുണ്ട്, അത് നമുക്കറിയാം. ആ മേഖലയിൽ ചെന്ന് കുടുങ്ങാതെ നമ്മൾ വഴിവെട്ടി തെളിച്ചുകൊണ്ട് സ്വർഗീയ പാതയിലേക്ക് തന്നെ നമ്മൾ മുന്നേറണം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും പശ്ചാത്തലം ലഭിക്കാനും നിൻ്റെ ദൈവരാജ്യത്തിലേക്ക് വന്നു ചേരാനുള്ള കൃപകൾ ഒഴുക്കണമേ. അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളെയും ഞങ്ങൾ കാണിച്ചു തരണം കർത്താവെ. നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. അതിനുകൂടെ കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മനസ്സിലാക്കാനും ഞങ്ങളുടെ അസ്തിത്വം, ഞങ്ങളുടെ സത്വം വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.